ഹൈക്കമാൻഡും വളരെയേറെ ഭയപ്പെടുന്നു. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെ ഭയപ്പെടുന്നുണ്ട്. കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഹൈക്കമാൻഡിന് അറിയണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ കണ്ടുപിടിക്കാനായിട്ട്? അവർക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ലയോ? എം.എൽ.എമാരുടെ അഭിപ്രായങ്ങൾ കൃത്യമാണോ? 2 നിരീക്ഷകർ വന്ന് എം.എൽ.എമാരോട് സംസാരിച്ചു. അത് തന്നെയാണോ എം.എൽ.എമാരുടെ യഥാർത്ഥ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നിട്ട് സെക്രട്ടറിയോട് എനിക്ക് കേരളത്തിലെ 63 നിയുക്ത എം.എൽ.എമാരെ ഒന്ന് ഫോണിൽ വിളിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഓരോരുത്തരും 2 മിനിറ്റ് വെച്ച് സംസാരിച്ച് 2-3 മിനിറ്റ് മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം കേരളത്തിലെ 63 കോൺഗ്രസ് എം.എൽ.എമാരും എന്താണ് ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ അതൊരു പ്രശ്നമല്ല. ഇനി അതല്ല, ജനങ്ങളുടെ വികാരം എം.എൽ.എമാരുടെ തീരുമാനത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടതെങ്കിൽ. വേറെ ഒരു സംഘം നിരീക്ഷകരെ വീണ്ടും അയക്കാം കേരളത്തിലേക്ക്, എന്നിട്ട് ഇവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാം. അതിൻ്റെ ആവശ്യമില്ല.